പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും കൊടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു. പലരെയും മറികടന്നു വരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരഭിഷേകം നമ്മുടെ മേൽ ചലിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം വായിക്കുന്നു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ്. ദാവീദിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നാം വായിക്കുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹിതമേറിയ ഒരു തിരഞ്ഞെടുപ്പ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിയോഗം ഒരു മനുഷ്യൻ്റെ മേൽ വന്ന് വെളിപ്പെടുന്നതാണ് നാം വായിച്ചു കേട്ടത്. അതേ പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നിർമ്മലതയോടും കുറ്റമറ്റ മനസാക്ഷിയോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്നു എങ്കിൽ പലരെയും മറികടന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ചലിക്കുവാനിടയായി തീരും. ഒന്നുകൂടെ പറഞ്ഞാൽ, പലരെയും കണ്ട് അവരാണ് വലിയവർ, അവരാണ് മെച്ചമുള്ളവരെന്ന് പറഞ്ഞ് വിലയിരുത്തി നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ അകങ്ങളെ, ഹൃദയങ്ങളെ കണ്ട് നമ്മെ ഉപയോഗിക്കാൻ സന്നദ്ധനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇസ്രായേൽ രാജ്യം ഭരിക്കുന്ന ശൗൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ യഹോവ ശൗലിനെ രാജസ്ഥാനത്തു നിന്ന് നീക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകനോട് ദൈവം ഇടപെടുകയാണ്. അതേ തൈലക്കൊമ്പുമായി ബത്ലഹേമിലുള്ള ഇശായിയുടെ ഭവനത്തിലേക്ക് നീ പോകുക എന്ന് ശമൂവേൽ പ്രവാചകനോട് ദൈവം ഇടപെടുകയും അനന്തരം ശമൂവേൽ ഇശായിയുടെ ഭവനത്തിലേക്ക് തൈലക്കൊമ്പുമായി പോകുകയാണ്. ഞാൻ അവിടെ എനിക്കു വേണ്ടി ഒരുത്തനെ ഇസ്രായേലിൻ്റെ കരുത്തുറ്റ രാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനന്തരം ശമൂവേൽ ഇശായിയുടെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു വരുമ്പോൾ ഇശായിയുടെ കാര്യങ്ങൾ സ്തോത്രം ശമൂവേൽ പ്രവാചകൻ കാര്യങ്ങൾ പറയുകയാണ്. അവൻ ഇശായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിനു ക്ഷണിച്ചു. യാഗത്തിനിരിക്കുമ്പോൾ ഇശായിയോട് പറയുന്നു, നിന്റെ മക്കളെ വരുത്തുക, നിന്റെ മക്കളിൽ ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന്. ഇശായിയുടെ കണ്ണിന് ഇശായിയുടെ ഭവനത്തിനകത്ത് സ്തോത്രം വളർന്നു വന്ന മക്കളിൽ ഇശായിയുടെ ഹൃദയത്തിൽ ചിന്തിച്ച ഏലിയാബിനെ വിളിക്കുകയാണ്. 16-ാം അധ്യായം 6-ാമത്തെ വേദഭാഗത്തിൽ ഏലിയാബിനെ കണ്ടപ്പോൾ അവൻ്റെ മുഖം, പൊക്കം, വലിപ്പം, കഴിവ് ഒക്കെ നോക്കുമ്പോൾ അവനായിരിക്കുമെന്ന് കരുതി സ്തോത്രം അവനെ അഭിഷേകം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പോൾ യഹോവയുടെ ആത്മാവ് പറയുകയാണ്, അവനെ അല്ല ഞാൻ അഭിഷേകം ചെയ്യുന്നത്, ഇവനല്ല എനിക്ക് രാജാവായി തീരേണ്ടത് എന്ന് ദൈവം ഇടപെടുകയാണ്. അതിനനന്തരം ദൈവം ശമൂവേലിനോട് പറയുകയാണ്, അവൻ്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. അടുത്ത പദത്തിൽ കർത്താവ് പറയുക, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് ഈ സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥതയോടെ ആത്മാവിലൊരു പ്രവചന ദൂത് ഞാൻ കൈമാറാം. പലരെയും മറികടന്ന് നമ്മെ തേടി വരുന്ന, നമ്മുടെ അടുക്കലേക്ക് വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവപ്രവൃത്തി വരും മണിക്കൂറുകളിൽ ചലിക്കും. വിശ്വാസത്തോടെ ദൈവത്തിന് ആമേൻ കൊടുത്തു തുടങ്ങുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? എന്നെ ആരും കാണുന്നില്ലേ, എന്നെ ആരും അറിയുന്നില്ലേ? ഞാൻ സ്തോത്രം ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് മാത്രം ഒരു ചേഞ്ച് വരുന്നില്ല, എനിക്ക് മാത്രം ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നില്ല. വെയിറ്റ് ചെയ്യേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ പ്രിയ
പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. അങ്ങ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പലരെയും പല വ്യക്തികളെയും മറികടന്ന് അങ്ങയുടെ അടുക്കലേക്ക് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ മകനായ അബീനാദാബിനെയും വിളിച്ചു, ശമൂവേലിന്റെ മുമ്പിൽ വരുത്തിയപ്പോൾ അവനെയും അല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ മകനായ ശമ്മയെയും വരുത്തി, അവനുമല്ല. അങ്ങനെ 7 പുത്രന്മാരെയും ഇശായിയുടെ കണ്ണിൽ മുഖം, പൊക്കം, വലിപ്പം, കഴിവ്, മികവുറ്റത് എന്ന് കണ്ട് ഇശായി വിളിച്ചു വരുത്തി നിൽക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നു, ഇവരെ ആരെയുമല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇനി ആരെയും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ശമൂവേൽ ചോദിക്കുകയാണ്, ഇനിയും നിന്റെ മക്കളിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ? എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ഇവരെ പൊക്കവും വലിപ്പവും മികവുറ്റതിനെയൊക്കെ പിടിച്ചു നിർത്തുമ്പോൾ ഇശായി ദാവീദിനെ ഒരു പക്ഷെങ്കിൽ വിളിച്ചു കാണത്തില്ല. ദാവീദിനെ കൂട്ടത്തിൽപ്പെടാത്തവനായി നിർത്തിക്കാണും. കാരണം അവന് വലിയ പൊക്കം കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. എന്നാൽ ഇശായിയുടെ കണ്ണിലൂടെ അല്ല ദൈവം കാണുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവവുമായി അഭേദ്യ ബന്ധം പുതുക്കുന്ന ബന്ധത്തിലായിരിക്കുന്നവനെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നോക്കി ഞാനൊരു ദൂത് കൈമാറാം. പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. ആത്മദാഹം കുറഞ്ഞു പോകരുത്. പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. പല മിടുക്കന്മാരെയും പല കഴിവുണ്ടെന്ന് പറയുന്നവരെയും പൊക്കമുള്ള മികവുറ്റത് പഠിപ്പുള്ള പലരെയും മറികടന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി തരുവാൻ ദൈവം സന്നദ്ധനായ ദൈവമാണ്. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 7 പുത്രന്മാരെയല്ല, അവരെ മറികടന്ന് ഇശായി പറയുക, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ആടുകളെ മേയ്ക്കുകയാണ് എന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇനി ഉള്ളതിൽ ഇളയവൻ. ആ പദത്തിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ പറയാം. ഇനി ഉള്ളതിൽ ഇളയവൻ എന്ന് ഞാൻ ഇനി ഉള്ളതിൽ ഒരു വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലാത്തവനുണ്ടെന്നേ അവനെ വിളിച്ചു വരുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം ശമൂവേലിനോട് പറയുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ, ഉടനെ അവനെ ആളയച്ചു വരുത്തി. പ്രിയപ്പെട്ടവരെ, നാം മാറിയിരിക്കുന്നെങ്കിൽ, നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ, നമ്മെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ എന്ന് പകൽ വിഷമിക്കരുതേ, ഭാരപ്പെടരുതേ. ആദ്യത്തെ പദം പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. നമ്മെ ആളയച്ചു വരുത്താൻ ദൈവത്തിന് സ്തോത്രം. നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മികവുറ്റവനെ തിരഞ്ഞെടുക്കുമെന്ന് ഇശായി തീരുമാനിച്ചപ്പോൾ ദൈവവുമായി ബന്ധം പുതുക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനമുണ്ടായെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. ആളയച്ചു വരുത്തുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്ത പദം പറയുന്നു, സ്തോത്രം. അപ്പോൾ യഹോവ പറയുകയാണ്, അവൻ വന്നുടനെ യഹോവ പറയുകയാണ്, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇവൻ തന്നെയാകുന്നു. ഒരു പ്രവചന ദൂത ഞാൻ കൈമാറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ വിരൽ ചൂണ്ടി കൈമാറുന്നു, അങ്ങ് തന്നെയാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി സ്തോത്രം കൊതിക്കുന്ന വ്യക്തിയാണോ? അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ വീട്ടിലാകുന്നു, അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിലാകുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ പറഞ്ഞു തുടങ്ങുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അങ്ങയുടെ കുടുംബത്തിനകത്ത് അങ്ങ് തന്നെയാകുന്നു എന്ന് ദൈവാത്മാവ് പറയുന്നത്, അങ്ങ് തന്നെയാകുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി അങ്ങയുടെ മേൽ ചലിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ചേട്ടന്മാരെ, പൊക്കമുള്ള വലിപ്പമുള്ള സ്തോത്രം കഴിവുള്ളവരെ, കഴിവ് മികവുറ്റതിനെയൊക്കെ മാറ്റി നിർത്തി അവരെ മറികടന്നൊരു അഭിഷേകം, അവരെ മറികടന്നൊരു ദൈവപ്രവൃത്തി ദാവീദിൻ്റെ മേൽ ചലിക്കുകയാണ്. ദാവീദ് കരുത്തുറ്റ ഒരു രാജാവായ രാജ്യത്ത് മാറുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളും, നാം ഫേസ് ചെയ്യുന്ന ചില കഷ്ടതകളും, നാം അനുഭവിക്കുന്ന ചില സമ്മർദ്ദങ്ങളും ഒറ്റപ്പെടലുകളും നാം ഓർത്ത് വേദനിക്കേണ്ട. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ചലിക്കുവാനിടയായി തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. പലരെയും മറികടന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി അങ്ങയുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ലൈഫിനകത്ത്, അങ്ങയുടെ തലമുറയുടെ ലൈഫിനകത്ത് വെളിപ്പെടും, നിശ്ചയമായി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.